അപ്പം നമ്മളിനി പോസ്റ്റ് പാർട്ടം ആ പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ പ്രസവത്തിന് ശേഷമുള്ള ഒരു സമയത്തിനെയാണ് കേട്ടോ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പം അതിന് ശേഷം ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പോസ്റ്റ് പാർട്ടം ഡിഫിക്കൽറ്റീസും അങ്ങനെ പല രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലായിരുന്നു, അമ്മമാരുടെയൊക്കെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം എല്ലാവരും പിന്നെ കുഞ്ഞിലേക്കാവും ശ്രദ്ധ, നമ്മളെ അധികം ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. നീ ഓക്കെ ആണോ, നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അന്വേഷണങ്ങൾ കുറവായിരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 ദിവസം എൻ്റെ വീട്ടിൽ, ഡെലിവറി അല്ലാട്ടോ സി സെക്ഷൻ കഴിഞ്ഞിട്ട് 2-3 ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ ഹസ്ബൻഡ് നേരം ഉണ്ടായിരുന്നതുകൊണ്ട് ഹസ്ബൻഡ് 1 മന്ത് ലീവിന് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോരുവാണ് ചെയ്തത് 2-3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പോകുവോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കുന്ന അതേ പരിഗണനയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പപ്പയും മമ്മിയും എപ്പോഴും ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ഫീലിംഗ് അന്ന് ഉണ്ടായിട്ടില്ല. അതായത് എല്ലാവരും കൊച്ചിനെ നോക്കുകയാണല്ലോ, എന്നെ ആരും നോക്കുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെ ഒരു ഫീലിങ്ങേ എനിക്കുണ്ടായിട്ടില്ല. എന്നെ അവർ കുഞ്ഞി കൊച്ചിനെ പോലെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ അമ്മ എന്നാ പറയുന്നത്, ഹസ്ബൻഡിൻ്റെ അമ്മ കുഞ്ഞു കൊച്ചിനെ നോക്കുന്ന പോലെ എന്നെ നോക്കിയേക്കുന്നു. എന്നെ ഒരു കാര്യത്തിനും ഒരു കുറവും വന്നില്ല. അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ടും അല്ല, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ഇവരോട് എങ്ങനെ പറയും, അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ ഒരു ആവശ്യങ്ങളും അങ്ങോട്ട് പറയേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതുപോലെ അമ്മ എന്നെ നോക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒത്തിരി എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം ഒരു സിസ്റ്റത്തിലാണല്ലോ പോകത്തുള്ളൂ. പണ്ട് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ വീടുകളിൽ അമ്മമാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് പേടിയാണ് അതിൽ നിന്നും മാറി ചിന്തിക്കാനോ മാറി ചെയ്യാനോ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ വോമിറ്റിങ്ങും അതുപോലെ ഷുഗർ ഹൈ ആയിരുന്നതുകൊണ്ടും ഞാൻ കാര്യമായിട്ടൊരു ഭക്ഷണങ്ങളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. എനിക്ക് വെയിറ്റ് കുറഞ്ഞു പോയതല്ലാതെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടില്ല. ലാസ്റ്റത്തെ ഒരു 3 മാസമൊക്കെയാണ് എനിക്ക് ചെറുതായിട്ടൊരു വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടായതല്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഡെലിവറിയുടെ കാര്യം കേട്ടോ. രണ്ടാമത്തെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് നല്ലപോലെ വെയിറ്റൊക്കെ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മുളകും ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് എന്തോ ഒരു സാധനം ഇട്ട് അത് മാത്രമാണ് ചോറിൻ്റെ കൂടത്തിൽ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യമായിരുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അതുപോലെ പിന്നെ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരുടെ പോട്ടെ, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഴുവൻ ഉപദേശം കേട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ കൊച്ചിനെ ഒന്ന് എടുക്കണമെങ്കിൽ പോലും. അങ്ങനത്തെ കുറേ അവസ്ഥകൾ ഒത്തിരി പേര് അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം കൊച്ചിനെ കാണാൻ ഇങ്ങനെ ദിവസവും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവരുടെ മുഴുവൻ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ സ്വന്തം കൊച്ചിനെ ഒന്ന് കൈകൊണ്ട് തൊടണമെങ്കിൽ. അപ്പോൾ അത് ഒരു പരിധി വരെയൊക്കെ നമുക്കത് ഇഷ്ടമാണ്. എനിക്കും ഹസ്ബൻഡിനും ഒക്കെ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ വഴിയെ പോകുന്നവർ മുഴുവൻ വന്ന് ഉപദേശവും, നമ്മുടെ വീട്ടിലും നിർബന്ധം, അവരെ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം, അവരെ അറിയാൻ മേലാത്തവരല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇത്രയും പിള്ളേരെ വളർത്തിയിട്ടുള്ളതല്ലേ, അപ്പോൾ അവർക്കത് അറിയാവുന്നതുകൊണ്ടല്ലേ പറഞ്ഞു തരുന്നത്, അത് ഇത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെയാണ് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് നമ്മളെ എല്ലാ പഞ്ചായത്തിലും കാണുമല്ലോ ഫേമസ് ആയിട്ടൊരു വൈറ്റാട്ടിയോ അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരു അമ്മച്ചീനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ അമ്മച്ചിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊരു ആരോഗ്യവും ഇല്ല. അവർക്കൊരു കൊച്ചിനെ എടുക്കാനോ പിടിക്കാനോ ഒന്നും ഉള്ള ആരോഗ്യമില്ല. അവരുടെ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കാഴ്ചയില്ലാത്ത ആൾക്കാർ വെക്കുന്ന കണ്ണാടി, കാറ്ററാക്ട്, മറ്റേ തിമിരത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്കൊരു കൊച്ചിനെ ഹോൾഡ് ചെയ്യാനുള്ള ആരോഗ്യമില്ല. അപ്പം ഞാനും ഹസ്ബൻഡും ഒക്കെ പറയുന്നുണ്ട്, അത് വേണ്ട, നമുക്ക് കൊച്ചിനെ തിരുമ്മി കുളിപ്പിക്കണ പരിപാടിയൊന്നും വേണ്ട, എനിക്ക് പേടിയാണ്, നമുക്ക് സാധാരണ പോലെ കൊച്ചിനെ കുളിപ്പിച്ചാൽ മതി. നമ്മുടെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് കൊച്ചിൻ്റെ ദേഹത്ത് അങ്ങനെ ചെളി ഇരിക്കാനായിട്ടൊന്നും ഇല്ല, കൊച്ചിനെ വെറുതെ തൂത്ത് തുടച്ച് വെറുതെ വെള്ളം ഒഴിച്ചൊക്കെ എടുത്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ
കുളിയും കാര്യങ്ങളൊക്കെ നടത്തിക്കോ, അതല്ലാതെ കണ്ട ആയുർവേദ മരുന്നൊന്നും വലിച്ചു വാരി കഴിക്കേണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് ഫോളോ ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം. പക്ഷെ ആ കാര്യത്തിലൊന്നും നമുക്കൊരു ഫ്രീഡം അന്ന് കിട്ടിയില്ല. അപ്പോൾ അതുപോലെ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായത്, ഈ അമ്മച്ചി വന്ന് കൊച്ചിനെ കുളിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് കണ്ണ് കാണാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് സമ്മതിച്ചു തരുന്നൊന്നുമില്ല. കാരണം അവർക്ക് കുറച്ച് പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട് അവരത് സമ്മതിച്ചു തരുന്നൊന്നുമില്ല. അവർക്കെല്ലാം ഭയങ്കര ഈസി എന്നുള്ള രീതിയിലാണ് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇവർ സോപ്പ് വെള്ളം കലക്കി കൊച്ചിൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ അവരുദ്ദേശിക്കുന്ന കഴുത്തിൻ്റെ ഈ ഭാഗത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഒഴിച്ചത് നേരെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഒഴിച്ചത് നേരെ മൂക്കിലായിട്ട്. അപ്പം ഞാനിത് കണ്ടോണ്ട് നിൽക്കും. ഇവരത് ഒഴിക്കണ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒഴിക്കല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്നപ്പോഴത്തേക്കും മൂക്കിൻ്റെ അകത്തൂടി വെള്ളം ഒഴിച്ചു പോയി, ഈ സോപ്പ് വെള്ളം. അതങ്ങ് ചെന്ന വഴിയെ കൊച്ച് നേരെ മൂക്കിലേക്ക് വെള്ളം പോയാലത്തെ അവസ്ഥ തന്നെ. ഒറ്റ സെക്കൻഡും കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. കൊച്ചിനെ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എടുത്തു. അപ്പോഴത്തേക്ക് അവൾക്ക് ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി പോയി കേട്ടോ. ചുമയ്ക്കുകയോ എന്തൊക്കെയോ ചെയ്ത് ബ്ലൂ കളറിലായി കൊച്ചു ഒറ്റ മിനിറ്റും കൊണ്ട്. പിന്നെ അവിടുന്ന് ഓടിയ ഒരു ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തേക്കും വണ്ടിയും വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോയി. നമ്മൾ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല ഹോസ്പിറ്റലിലേക്ക്. പെട്ടെന്ന് ഒരു 5 മിനിറ്റും കൊണ്ട് നമ്മൾ ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അവിടെ എത്തി. എമർജൻസിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവൾക്ക് കംപ്ലീറ്റ് ബ്രീത്ത് ബ്ലോക്ക് ആയില്ല, വെള്ളമായിരുന്നതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആയില്ല. പക്ഷേ സ്റ്റിൽ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഡോക്ടേഴ്സ് ആ ട്യൂബൊക്കെ ഇട്ടിട്ട് ആസ്പിറേറ്റ് ചെയ്തെടുത്തു ഈ പോയ വെള്ളം. സോപ്പ് വധ തിരിച്ചിങ്ങനെ എടുത്തിട്ട് അന്ന് അവർ കുറേ വഴക്കൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യലെന്നും പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കൊച്ചിനെ കുളിപ്പിക്കാനൊന്നും ആരെയും ഏൽപ്പിച്ചൊന്നുമില്ല. നമ്മൾ വീട്ടിൽ അമ്മയൊക്കെ തന്നെ കൊച്ചിനെ കുളിപ്പിച്ചു. അങ്ങനെ കാര്യങ്ങൾ പോയി കേട്ടോ. പിന്നെ അടുത്തത് 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സിസേറിയൻ ആയതുകൊണ്ട് നമുക്കൊരു 10-15 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു ആയുർവേദ മരുന്നൊക്കെ. ഇതൊക്കെ ആളുകളുടെ ഉപദേശമാണ് കേട്ടോ. 15 ദിവസം കഴിയുമ്പോൾ തുടങ്ങാം കുളിപ്പീരും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. കുളിപ്പീരെന്നൊക്കെ പറയണ മറ്റേ തിളച്ച വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുളിപ്പിക്കണ പരിപാടികൾ. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവല്ല. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവം, ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് നടന്ന കാര്യമാണ് കേട്ടോ. അന്ന് ഇതുപോലെ നമുക്ക് ഇത്ര ഒരു ഫ്രീഡം ഒന്നും എനിക്കും ഹസ്ബൻഡിനും ഞങ്ങൾക്ക് 2 പേർക്കും അതല്ല, ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ല എന്ന് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ പറയാൻ അവർക്കത് വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പറയാനുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാരണമാണ് അന്ന് ഈ സംഭവങ്ങളൊക്കെ നടന്നു പോയത്. അപ്പം അങ്ങനെ ഈ കുളിപ്പീരും പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ആയുർവേദ മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പാല് എന്ന് പറഞ്ഞ പാലിൻ്റെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് പാലുണ്ടായിരുന്നു. പാല് കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം പാലിങ്ങനെ ഒഴുകി വന്നിട്ട് കൊച്ച് എപ്പോഴും ഇങ്ങനെ വിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട്. പക്ഷെ നല്ലപോലെ പാലുണ്ടായിരുന്നു. പാലിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ ആയുർവേദ മരുന്ന് അങ്ങോട്ട് കഴിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പം പാല് നിന്നുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പാലില്ലാതെ നിന്നുപോയി. അപ്പോൾ ഇതെന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അത്രയും നല്ലപോലെ പാലുണ്ടായിരുന്നിട്ട്. അപ്പോൾ പിന്നെയും ആരാണ്ടൊക്കെ പറഞ്ഞു മിച്ചമുള്ള പാല് ഞെക്കി കളയാനിട്ട് ബ്ലാ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെയാണ് ഒരു സംശയം തോന്നി, ഇനി മരുന്ന് കഴിക്കുന്നതിൻ്റെ ആണോ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസത്തേക്ക് നമ്മൾ മരുന്ന് കഴിക്കാണ്ടിരുന്നപ്പം വീണ്ടും പാല് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ഈ മരുന്ന് ഇനി കഴിക്കുന്നില്ലെന്ന് വെച്ചാൽ അങ്ങനെ മരുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, ഇല്ല മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല, മോക്കത് കഴിച്ചിട്ട് പാല് നിന്ന് പോകുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ വരുന്ന ആൾക്കാർ മുഴുവൻ അമ്മയെ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേർ, എങ്ങനെ അവരുടെ തോന്നിയാസത്തിന് ചെയ്യും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നീട് അനുഭവിക്കും, പിന്നീട് നടുവേദന വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർ നടുവേദന കാരണം ഈ വടിയും കുത്തിപ്പിടിച്ചാണ് വരുന്നത്. ഈ പറഞ്ഞ മരുന്നുകളൊക്കെ കഴിച്ചേക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അമ്മമാരും ഒക്കെ. എൻ്റെ 2 അമ്മമാർ, എൻ്റെ അമ്മായിമ്മയും എൻ്റെ അമ്മയൊക്കെ ഈ മരുന്നൊക്കെ കഴിച്ചവരാണ്. എന്നിട്ടും 2 പേർക്കും നടുവേദനയ്ക്കൊരു കുറവില്ലായിരുന്നു കേട്ടോ. അത് വേറെ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കാരണം വീണ്ടും അമ്മയ്ക്കൊക്കെ ഇത് അവരെ സംബന്ധിച്ച് അവർ നമ്മളെ നിർബന്ധിക്കുമല്ല, അവർക്ക് പേടിയും ടെൻഷനുമാണ്. മോക്കിനി നടുവേദന എങ്ങാനും വന്നാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പേടി. മോളെന്നാൽ കുറച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും ഞാൻ ഈ മരുന്ന് കഴിച്ചു. 3 ദിവസം കഴിച്ചപ്പോൾ സെയിം കാര്യം, വീണ്ടും പാല് തിന്നുപോയി. അപ്പം പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കഴിച്ചില്ല കേട്ടോ മരുന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് തിരിച്ചു പോന്നു. ഞാൻ അന്നേരം പോകുന്നില്ല, 2-3 മാസമായിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. 90 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്
പോവാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നിയമമാണല്ലോ 90 ദിവസം നിവർന്ന് കിടക്കണം, നീണ്ടു കിടക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഒരു നോർമൽ ഒരു കപ്പിള് ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ കൂടിയും നമ്മുടെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം സ്റ്റേജ് കടന്നുപോയി. എനിക്ക് ഹെൽപ്പിന് ആൾക്കാരുണ്ടായിരുന്നു, എന്നെ കെയർ ചെയ്യുന്ന വീട്ടുകാരായിരുന്നു, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഹസ്ബൻഡാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ കൊച്ചുണ്ടായതിന് ശേഷവും എനിക്ക് ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഞാനും ഓർത്തിട്ടുണ്ട്, പിള്ളേരുണ്ടായാൽ ലൈഫ് തീർന്നെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇവളൊരു 5-6 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കുരുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര കുരുപ്പായിരുന്നു. കുസൃതി കാരണം ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ 2-3 വർഷങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി. വീണ്ടും അടുത്ത പ്രഗ്നൻസിയും ഡെലിവറിയുടെ സ്റ്റോറിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ പോസ്റ്റ്മോർട്ടം വീണ്ടും രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് അവിടെയാണ് എനിക്ക് പണി കിട്ടിയ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫാമിലി ആരെയും ആ സമയത്ത് കൊണ്ടുവന്നില്ല. അപ്പോൾ എനിക്ക് ഈ സിസേറിയൻ കോംപ്ലിക്കേഷൻ ആയ സമയത്തും നമ്മൾ വിചാരിച്ചു അച്ഛനും അമ്മയും ആരും അവിടെ ഇല്ലാണ്ടിരുന്നത് നന്നായി. കാരണം അവരെ സംബന്ധിച്ച് അവർ പേടിച്ചു പോയേനെ, നമുക്ക് സർജറിക്ക് ഇടയ്ക്ക് പ്രശ്നമായി എന്ന് ഡോക്ടർ വെളിയിൽ വന്ന് പറയുമ്പം ഇനി എന്താണെന്നുള്ളത് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുമ്പം ഉറപ്പായിട്ടും അവരുണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചേനെ. നമ്മൾ ആ സമയത്തൊന്നും ഇതൊന്നും വീട്ടിൽ പറഞ്ഞില്ല കേട്ടോ. പിന്നീടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്നത്. കാരണം അവർ ആ സമയത്ത് ഇത് അറിഞ്ഞ് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെലിവറി രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വയറിന് വേദന കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നതിന് മുന്നേ തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തെ സിസേറിയന് പോലും എനിക്ക് ഇത്രയും വേദന വന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡോക്ടറും നഴ്സും ഒക്കെ വന്ന് പറഞ്ഞു ഗ്യാസ് ഭയങ്കരമായിട്ട് കയറും, നമ്മൾ നടന്നില്ലെങ്കിൽ, അപ്പോൾ അതുകൊണ്ടായിരിക്കും, ഒന്ന് നല്ലപോലെ എണീറ്റ് നടന്നാൽ മതി എന്നും പറഞ്ഞ് അവിടെയൊക്കെ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും കേട്ടോ. അപ്പം അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ്. അന്ന് പിന്നെ എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയതുകൊണ്ട് എണീക്കാനും നടക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നടന്നു, ഇരുന്നു. ആ കീറിയ വയറും വെച്ച് ഞാൻ തലകുത്തി വരെ നിന്നു. എനിക്ക് ഒരു രീതിയിലും ഇത് പോകുന്നില്ല. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന. സ്റ്റിച്ച് ഇപ്പോൾ പൊട്ടിപ്പോകും എന്നുള്ള അതുപോലെ വേദനയാണ്. അപ്പോൾ പിന്നെയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ കാത്തീറ്റർ, അതായത് യൂറിൻ പോകാനായിട്ട് ഇട്ടിരുന്ന ട്യൂബ്, അത് ഊരിക്കളഞ്ഞായിരുന്നല്ലോ. അത് ഊരിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കെന്തോ ഒരു സെൻസേഷൻ വന്നില്ല യൂറിൻ പാസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡർ ഫുള്ളായി, ബ്ലാഡർ കണ്ടമാനം വീർത്ത് വന്നിട്ട് നമ്മുടെ ഈ സ്റ്റിച്ചിലേക്കെല്ലാം കൂടി പ്രഷർ വന്നിട്ട് വന്ന ഒരു വേദനയായിരുന്നു. നോർമലി ആർക്കാണെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുള്ളൂ. നമ്മൾ യൂറിൻ പോകാൻ ഇട്ടിരുന്ന ഒരു ട്യൂബ്, പ്രത്യേകിച്ച് നമ്മളിത് പേഷ്യൻസിനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ അതൊന്നും ഓർത്തില്ല. നമ്മൾ സാധാരണയായിട്ടുള്ള ആൾക്കാരായിട്ട് മാറി നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതായിരുന്നു സംഭവിച്ചത്. ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് ഓവർ ഡിസ്റ്റൻഡ് ആയിട്ട് സംഭവിച്ചൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ഇതിൽ അന്നത്തെ ദിവസം എന്നെ കാണാൻ വന്നവരോടൊന്നും ഞാൻ സംസാരിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് അവരോട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഈ വേദന കാരണം. പിന്നെ ടോയ്ലറ്റിൽ പോയി ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഒരു തുള്ളി പോലും യൂറിൻ വന്നില്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ടെന്നാൽ അതൊന്നും ആയിരിക്കത്തില്ല. ഒന്നാമത്തെ ഫുള്ളൊരു വേദന ആയതുകൊണ്ട് ഇത് എവിടെയാണ് എന്താ ബുദ്ധിമുട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. യൂറിൻ പോകാനുള്ള സെൻസേഷനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അങ്ങനെ ഒരു 10-20 മിനിറ്റ് അതിന് മേളൊക്കെ കരഞ്ഞോണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ യൂറിൻ പോകാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ യൂറിൻ പൊക്കോണ്ടേയിരുന്നു. അപ്പോൾ ബ്ലാഡർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എംറ്റി ആയി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ സെക്കൻഡും കൊണ്ട് എനിക്ക് ആ വേദന പോയി. അതുവരെ പെയിൻ കില്ലറൊക്കെ തന്നിട്ടൊന്നും എനിക്ക് ആ വേദന പോകുന്നില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അവിടുന്ന് ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ സാധാരണ ഒരു 3 ദിവസമാണ് മാക്സിമം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാറുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ 5 ദിവസം 7 ദിവസമൊക്കെ കിടത്തുന്ന സമയത്ത് അവിടെ 1.5 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ സിസേറിയൻ കഴിഞ്ഞാലും കിടത്തത്തുള്ളൂ. എന്നെ അവർ 4 ദിവസം അഡ്മിറ്റ് ചെയ്തു. 4ാമത്തെ ദിവസം നമ്മൾ വീട്ടിൽ വിട്ടു. വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് 2ാം നിലയിലായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറാനായിട്ട് ഞാൻ നക്ഷത്രം എണ്ണി കേട്ടോ. അതൊക്കെ പിന്നെ സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പം അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കുട്ടപ്പനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യം വന്ന പോലത്തെ പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ നിന്നില്ല. മരുന്നെന്ന് പറയാനായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തെങ്ങിൻ്റെ ഒരു പൂക്കുല കൊണ്ടുവന്നിട്ട് വേറെ നെയ്യും എണ്ണയും ഒന്നും ചേർക്കാണ്ട് അതിനെ ഇങ്ങനെ വേവിച്ച് വരട്ടിയൊക്കെ എടുത്ത് അത് ഓരോ സ്പൂൺ വെച്ചിട്ടൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ. അത് പിന്നെ നമ്മളെന്താന്ന് വെച്ചാലും മലയാളികളാണല്ലോ, ഇതിലൊന്നും വിശ്വാസമില്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് കേട്ടോ. അതായത് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ചു. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഡെലിവറിക്ക് ശേഷം കഴിച്ചത്. അല്ലാതെ മുളകും ചോറെന്ന് പറയുന്ന സംഭവമൊന്നും കഴിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള ഒരു ഫുഡൊക്കെയാണ് കേട്ടോ ആ സമയത്തെല്ലാം കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് പേരൻസിനെ കൊണ്ടുവരുമൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു മാസമൊക്കെ എനിക്കിങ്ങനെ പോയി. പിന്നെ ഗൾഫിലാണ്, നമുക്ക് 45 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ് നമ്മൾ 90 ദിവസം കട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന നിയമം നമ്മൾ ഗൾഫിലേക്ക് വരുമ്പോൾ ഇല്ല കേട്ടോ. ആ നിയമം നേരെ പകുതി 45 ദിവസത്തിലേക്ക് മാറും. അപ്പോൾ 90 ദിവസത്തിന് മുന്നേ ഡ്യൂട്ടിക്ക് പോകുന്ന കാണുമ്പം ആർക്കും അതിൽ പരാതികളൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിലായിരുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. നമുക്ക് വീട്ടിലെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞെന്നാൽ അതിനെ ഭയങ്കരമായിട്ട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ജോലി നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇതുപോലെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇടയിലൊന്നും കൊച്ച് ഫീഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓടിപ്പോയി ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് തൻ്റെ സ്ട്രെസ്സിൻ്റെയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിലാക്സ് ആയിട്ടിരിക്കുക, ഇടയ്ക്കൊക്കെ പാല് പിഴിഞ്ഞ് കളയുക, അങ്ങനെയൊക്കെ അതൊക്കെ ഇനി ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരു തുള്ളി പോലും മിൽക്ക് വരണില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. പതുക്കെ അതൊക്കെ ഓക്കെ ആയിട്ട് വന്നു. പിന്നെ ബ്രസ്റ്റ് പമ്പൊക്കെ വാങ്ങിച്ചിട്ട് ഉള്ള മിൽക്ക് ഞാൻ എടുത്ത് വെക്കും ഫ്രീസറിൽ. ചെറിയ കുപ്പിക്കകത്ത് ബ്രസ്റ്റ് മിൽക്ക് ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി, എൻ്റെ പിള്ളേർ 2 പേരും പൗഡർ മിൽക്കിനോട് അലർജിക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കത് കുടിക്കാൻ പറ്റത്തില്ല, ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന മിൽക്ക് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ ഐസ് കളഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വരുന്നോടം വരെ കൊച്ചിന് കൊടുത്തുകൊണ്ടിരുന്നത്. 6 മാസം വരെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സോളിഡ് ആയിട്ടുള്ള ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് മെമ്മറി ഇല്ലെന്നുള്ളത്. എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസായി. എനിക്ക് അപ്പോൾ കഴിയുന്ന കാര്യങ്ങൾ, അത് കുറച്ച് നാൾ മുന്നേ അല്ല കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പിന്നീടാണ് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ സ്കൂളിലായിരുന്നു, സ്കൂൾ ഹെൽത്ത് നേഴ്സായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി വരെ നിർത്തേണ്ടി വരുമോ എന്നുള്ള, എൻ്റെ വീട്ടിലൊന്നും ഈ കാര്യങ്ങൾ ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. ഒരു ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അന്നേരം മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ മെമ്മറി ലോസും കൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട് മാക്സിമം ട്രൈ ചെയ്യണം, നോർമലായിട്ട് കാര്യങ്ങൾ റിവൈൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളിപ്പോൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ ഇതായിരിക്കും, നമുക്കത് വലിയൊരു ലോസ് ആവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോർമൽ പോലെ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കണം ഓരോ കാര്യങ്ങളും. അപ്പം മറന്നു പോകുന്ന കാര്യങ്ങൾ പോയിട്ട് ആ സമയത്ത് എന്നാ സംഭവിച്ചതെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഡയറിയിലൊക്കെ എഴുതി വെച്ചും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കും അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അങ്ങനെ ആണ് ആ ഒരു പീരീഡ് ഇങ്ങനെ കടന്നു. പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ രാത്രിയിൽ ഉറക്കമില്ല, മാസങ്ങൾ നമ്മൾ ഉറങ്ങിയിട്ടില്ല. കൊച്ചിനെയായിട്ട് രാത്രിയിൽ എഴുന്നേറ്റിരിക്കും, രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ജോലി നിർത്തിയാലോ എന്നുള്ള ആലോചനയൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞെന്നാൽ ചിലപ്പം ഞാൻ എന്നേക്കുമായിട്ട് ഞാനങ്ങ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് വേണ്ട, എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള എൻ്റെ നിർബന്ധം തന്നെയായിരുന്നു. ഞാനപ്പോൾ ഡയറി മെയിൻറ്റെയിൻ ചെയ്തും ഫോണിൽ നമ്മൾ
ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയിട്ടും അങ്ങനെ അതുപോലെ നമ്മളൊരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളിടത്ത് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോകും. ഇപ്പം പെട്ടെന്ന് കൊച്ചി കരയണ കേട്ടുകൊണ്ട് ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. എനിക്ക് അറിയത്തില്ല അടുത്ത എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കൊച്ചി കരയുമ്പോൾ കൊച്ചിനെ എടുക്കണം, കൊച്ചിനെ ഫീഡ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ മേലാണ്ട് പോകും. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഉള്ളപ്പോഴാണെങ്കിൽ അറിയാം, എൻ്റെ പുറകെ വന്നിട്ട് എന്നോട് പറയും കൊച്ചിനെ എടുക്കാനോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യാനോ ഒക്കെ പറയും. അങ്ങനത്തെ രീതിയിൽ. ഇപ്പം പിന്നെ കുറേ കാര്യങ്ങൾ ലൈക്ക് അന്നേരം നമ്മൾ മറന്നു പോകും. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് വന്നു അത് അവിടെ ഇട്ടിട്ട് ഞാൻ പോരും. അങ്ങനെ ഒരു കാര്യം തുടങ്ങി വെച്ചത് ഒരിക്കലും തിരിച്ച് എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഗ്രാജുവലി ഉറക്കമില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്കൊന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാതായി. കൊച്ചിനോടും എനിക്കൊരു ഹാപ്പിനെസ് ഒന്നും തോന്നുന്നില്ല. അമ്മയായി അല്ലെ കൊച്ചുണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു ഹാപ്പിനെസ് ഒന്നും എനിക്കൊട്ടും തോന്നിയില്ല. എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട്. പിന്നെ ഹസ്ബൻഡ് എന്നെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആ സമയത്ത് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയതായിരുന്നപ്പോൾ ഒക്കെ പടം വരയ്ക്കുമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴോ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവുണ്ട്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് എനിക്ക് വരയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുത്തന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ പ്രായത്തിൽ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. വലിയ വരകാരിയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ കുസൃതി കാണിച്ച കാര്യങ്ങൾ പറഞ്ഞതാണ്. വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഞാൻ പടം വരച്ച് വെച്ചിട്ട് എന്നെ പണ്ട് തല്ലി ഓടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുമല കളറുള്ള കല്ലൊക്കെ വെച്ചിട്ട് ഭിത്തിയിലൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടുള്ളൊരു ഓർമ്മ വെച്ചിട്ട് ഹസ്ബൻഡ് എനിക്ക് വരയ്ക്കാനുള്ള ക്യാൻവാസും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ഞാൻ എങ്ങനെയോ അതിലേക്കൊന്ന് തിരിഞ്ഞു കുറേ പടം വരയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെ കുറേ ആർട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അതായി എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞത്. എനിക്കൊരു കൊച്ചുണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്നോ ഒന്നും എൻ്റെ പ്രയോറിറ്റി അല്ലാതെ പോയി കേട്ടോ. അപ്പോൾ അന്ന് അച്ഛനും അമ്മയൊക്കെ ഓർത്ത് കാണും ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളെടുത്തു ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരാൻ. അപ്പം ഞാൻ എന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഗൾഫിലല്ലേ ഈ ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്തൂടി പോയിട്ട് കമ്പും പള്ളയും കോലും ഒക്കെ പോയി ഒടിക്കലാണ് എൻ്റെ പണി. എന്നിട്ട് അതിനൊക്കെ കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്യുന്നു, ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ അമ്മയും കൊച്ചും കൊച്ചിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിന് പകരം ഞാൻ തലതിരിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ നാൾ നടന്നു. പിന്നെ അതൊക്കെ പതുക്കെ മാറി വന്നു കേട്ടോ. നമ്മുടെ കൊച്ചിന് ഉറക്കം കിട്ടാൻ തുടങ്ങിയതനുസരിച്ചും നമ്മൾ പോസ്റ്റ്മോർട്ടം പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് ഹോർമോൺസൊക്കെ നോർമലാവുന്നതൊക്കെ അനുസരിച്ച് ഞാൻ പതുക്കെ തിരികെ വന്നു കേട്ടോ. തിരികെ വന്ന് ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ഒക്കെ വന്നു. പിന്നെ ബോഡിയിലുണ്ടായ ചേഞ്ചസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങനെ ഒരു സഞ്ചി തൂക്കിയിട്ടേക്കും പോലെ ആയിപ്പോകും ഡെലിവറിയൊക്കെ കഴിയുന്ന സമയത്ത്. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ കോൺഷ്യസ് ഒന്നുമല്ല, ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ലായിരുന്നു. വയറിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊന്നും ഇതൊക്കെ. പക്ഷേ കുറച്ചൊരു ബോഡീനെ പറ്റി ബോധേഡായിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി നമ്മൾ ഡിപ്രഷനിൽ പോകാൻ ായിട്ട്. അപ്പം എല്ലാവരും കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ, ഇപ്പോൾ അമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മക്കൾ ഡെലിവറിക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒരുപോലെ തന്നെ ഒരേ കെയർ നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരുപക്ഷെ സ്വയം ഒരു പെണ്ണിന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ അവളെ കാണുന്ന ഭർത്താവിനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇത് മനസ്സിലാക്കും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കി അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എനിക്ക് വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം വീട്ടിൽ പോലും ആരെയും ഈ ഒരു കാര്യം അറിയിച്ചില്ല. അവരൊക്കെ ഓർത്തിട്ടുണ്ടാവും ഞാൻ എന്തൊരു ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഡ്യൂട്ടിക്ക് പോകുന്നു, അതൊക്കെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്നു, കൊച്ചുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴാണ് നമ്മൾ വേറെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്
പാലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, കൊച്ചിന് പാല് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി അങ്ങ് പോക്കാണ്. പറമ്പിൽ കൂടി പോയി അവിടുന്ന് ഇവിടുന്ന് ഇതൊക്കെ പറക്കിക്കൊണ്ട് വരുന്നു. അല്ല ഞാൻ പെയിൻറ് ചെയ്യൽ തുടങ്ങുന്നു, അങ്ങനത്തെ ഇതില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എന്നെ കൊച്ചിനെ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഫോഴ്സ് ചെയ്തൊന്നുമില്ല ഹസ്ബൻഡ്. പകരം അന്നേരം എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഞാൻ എന്തിലേക്കാണോ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആ ഒരു കാര്യം എനിക്ക് കണ്ടുപിടിച്ച് തന്നു. അപ്പം അത് വേറെ ഇരുന്ന് ചിന്തിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ശരിക്കും എന്നെ തടഞ്ഞു നിർത്തി കേട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ നോർമലി ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ലാത്ത കുറേ മാസങ്ങളും രാത്രികളും ഒക്കെ ആയിരുന്നു. നമ്മളെ കല്ലിക്കുട്ടൻ്റെ കാര്യത്തിൽ 3-3.5 വയസ്സായിട്ടാട്ടോ അവൾ രാത്രി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. കുട്ടു ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് രാത്രിയിൽ ഉറങ്ങാൻ തുടങ്ങി. അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.